ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ റൊമാൻസ് ഇൻ ദി ഹൗസ് എപ്പിസോഡ് 4ൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് നമ്മുടെ മിറയുടെ ചൈൽഡ്ഹുഡ് ആണ്. അപ്പോൾ ദേ നമ്മുടെ മിറയും മിറയുടെ അച്ഛനും കൂടി ഒരുമിച്ചിരുന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് വലുതാവുമ്പോൾ എന്നെ പോലെ ഒരു അത്ലറ്റ് ആവണോ ചോദിക്കുകയാണ്. നമ്മുടെ മിറ പറയാണ്, ഒരു അത്ലറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ നന്നായിട്ട് സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റൂ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ടോ, നിൻ്റെ അമ്മ പറഞ്ഞതാണോ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മിറ പറയാണ്, ആ അതെ അമ്മ പറഞ്ഞതാണ്, വലുതാവുമ്പോൾ ഒരു അത്ലറ്റിനെ ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മ എൻ്റെ തല ഫുള്ള് മൊട്ടടിക്കുന്ന വരെ അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ മിറ അച്ഛനോട് ചോദിക്കുന്നത്, അച്ഛൻ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേന്ന്. അപ്പം അച്ഛൻ പറയാണ്, എനിക്ക് ഇന്ന് ബ്രേക്ക് ടൈം ആണെന്ന് പറയണം കേട്ടോ. അപ്പം മിറ പറയുന്നുണ്ട്, എനിക്ക് കിട്ടുന്നതിനേക്കാളും എന്തോരം ബ്രേക്ക് ടൈം അച്ഛനും കിട്ടുന്നതെന്ന് പറയാണ്. അപ്പം അച്ഛൻ പറയാണ്, നാളെ നിൻ്റെ ബർത്ത്ഡേ അല്ല, ഞാനൊരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പറയാൻ കേട്ടോ. എന്നിട്ട് അവളെയും കൊണ്ട് ഗിഫ്റ്റ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം മിറയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൈക്കിളാണ് കേട്ടോ അച്ഛൻ ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. മിറയാണെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആവുകയാണ്. നെക്സ്റ്റ് സീനിൽ മിറ സ്ട്രോബെറീസ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛനും അതേ സ്ഥലത്ത് വന്നിട്ടുണ്ട് സ്ട്രോബെറി വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയിരിക്കുന്നതാണല്ലേ ചോദിക്കുകയാണ് കേട്ടോ. മിറയാണെങ്കിൽ അതിനുള്ള മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ. അച്ഛനാണെങ്കിൽ സ്ട്രോബെറീസിൻ്റെ ക്യാഷ് പേ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മുടെ മിറ അതിൻ്റെ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് അവിടുന്ന് പോവുകയാണ്. മിറയുടെ തൊട്ടുപുറകെ അച്ഛനും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ജാങ് ഇവരെ രണ്ടുപേരെയും കാണുന്നത്. അപ്പോൾ ജാങ് ചോദിക്കുകയാണ്, അല്ല അച്ഛനും മകളും കൂടി എങ്ങോട്ട് പോയിട്ട് വരികയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ മിറയാണെങ്കിൽ മറുപടി ഒന്നും പറയുന്നില്ല, പിന്നെ കാണാമെന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ അച്ഛനും അതുപോലെ തന്നെ അവിടെ നിന്ന് പോവുകയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ജിയാങ്ങിൻ ഹ്യുങ്ജയിനോട് ചോദിക്കുകയാണ്, എന്താ ഇവർ രണ്ടുപേരും ഇത്രയും ഡിസ്റ്റൻ്റ് ആയ, അതായത് മിറയും മിറയുടെ അച്ഛനും തമ്മിൽ എന്താ പ്രത്യേകിച്ച് റീസൺ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹ്യുങ്ജയ് പറയാണ്, അത് എക്സാക്ട് റീസണൊന്നും ഇല്ല, സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അതേ ഈ ഗ്രാൻഡ്മയും ഇവർ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ മിറയുടെ അമ്മ യോങ് പുറത്തു കൂടെ നടന്നു പോകുന്ന കാണുന്നത് കേട്ടോ. അപ്പോൾ ഗ്രാൻഡ്മയാണെങ്കിൽ തലേ ദിവസത്തെ ആ ഇൻസിഡൻറ്റിന് സോറി പറയാണ് കേട്ടോ, എന്നോട് ക്ഷമിക്കണം, എനിക്ക് കൊച്ചുമക്കളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ടെൻഷനായി എന്ന് പറഞ്ഞിട്ട് സോറി പറയാണ് കേട്ടോ. യോങ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് പരസ്പരം മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ പറയാണ്. ടേയോങ് നല്ല അടിപൊളി ഒരു മറുപടി പറയുന്നുണ്ട്. ടേയോങ് പറയാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളിലും പണ്ട് തൊട്ടേ നൈബേഴ്സ് തലയിടാറുണ്ട്, അതിനൊക്കെ എനിക്കിങ്ങനെ ദേഷ്യപ്പെടാൻ പറ്റില്ലല്ലോ, അപ്പോൾ പലതും ഞാൻ ഇഗ്നോർ ചെയ്യും, അതായത് മൈൻഡ് ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്രാൻഡ്മ പറഞ്ഞതൊക്കെ ഇഗ്നോർ ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഗ്രാൻഡ്മയും ഇവളും പറയുന്നുണ്ടോ, എന്തൊരു അഹങ്കാരമാണെന്ന് പറയാണ്. യോങ് ആണെങ്കിൽ നായനെയും കൊണ്ട് വീട്ടിൽ വന്ന് കയറുമ്പോഴാണ് നമ്മുടെ ഹസ്ബൻഡ് അവിടെ നിന്ന് നടന്നു വരുന്നത് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിനോട് ചോദിക്കുന്നുണ്ട്, ശരിക്കും നിങ്ങൾക്കൊരു ടാറ്റു ഒക്കെ ഉണ്ടോ ചോദിക്കുകയാണ്. ജിൻ ചോദിക്കുന്നുണ്ട്, ടാറ്റു കാണണമെന്ന് കേട്ടോ. അപ്പം നമ്മുടെ യോങ് ആണെങ്കിൽ അതൊന്നും വേണ്ട, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ലാസ്റ്റ് ഇയർ നിങ്ങളുടെ സിസ്റ്ററിൻ്റെ കൂടെയല്ലേ നിന്നിരുന്നത്, പിന്നെന്താ നിങ്ങൾ തിരിച്ചു വന്നത് സിസ്റ്റർ അറിയാതിരുന്നത്, നിങ്ങൾ ഇത്രയും കാശുകാരനായ കാര്യം എന്താ സിസ്റ്റർ അറിയാതിരുന്നേ ചോദിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യോങ് ഇവൻ്റെ സിസ്റ്ററിനെ ശബ്ദം മാറ്റിയിട്ടൊന്ന് വിളിച്ചിരുന്നു കേട്ടോ. എന്നിട്ട് സിസ്റ്ററിനോട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ മൂജിൻ തിരിച്ചു വന്നിട്ടുണ്ട്, അവനൊരു ബിൽഡിംഗ് ഒക്കെ വാങ്ങി 3 ബില്യൻ്റെ ഒരു ബിൽഡിംഗ് വാങ്ങിയിരിക്കുന്നതെന്നൊക്കെ സിസ്റ്ററോട് പറയുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ ആണെങ്കിൽ വോയിസ് ക്യാമറ ആണ്, ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട് കോള് കട്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ സിസ്റ്ററിൻ്റെ സംസാരത്തിൽ നമ്മുടെ യോങ് മനസ്സിലാക്കുകയാണ്, നമ്മുടെ മൂജിൻ ഇത്ര റിച്ചായ കാര്യമൊന്നും സിസ്റ്ററെ അവൻ അറിയിച്ചിട്ടില്ല എന്ന് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് മൂജിനോട്, നിങ്ങളെന്താ സിസ്റ്ററെ അറിയിക്കാതിരുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മൂജിൻ ഭയങ്കര ടെൻസ്ഡ് ആവുന്നുണ്ട്, കാരണം സിസ്റ്ററോട് നീ എന്തൊക്കെയാണ് പറഞ്ഞേ, നീ എന്തിനാ അവളെ വിളിക്കാനൊക്കെ പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മൂജിൻ പറയുന്നുണ്ട്, ഒന്നുമില്ല, അവളോട് പോയി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇപ്പോഴും നമ്മുടെ പുറകെ തന്നെ ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് പറയും. യോങ് ചോദിക്കുന്നുണ്ട്, അന്ന് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാ ഇതുവരെ എത്തിയതെന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൂജിൻ വൈഫിനോട് ചോദിക്കുകയാണ്, നിനക്കും അപ്പം എന്നെ ഡൗട്ട് ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ സീൻ അവിടെ എൻഡ് ആവുകയാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ സെക്യൂരിറ്റി ടേപ്യോങ്ങിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അവൻ്റെ റൂമിലേക്ക് വരുന്ന സമയത്ത് റൂമിനകത്ത് ആരോ ഉള്ള പോലെ തോന്നുകയാണ്, പെട്ടെന്ന് തന്നെ കിക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ജസ്റ്റ് മിസ്സിനാണ് അവൻ്റെ അച്ഛന് അവൻ്റെ ഇത് കിക്ക് കിട്ടാതിരിക്കുന്നത്. ടേപ്യോങ് ആണെങ്കിൽ കള്ളനായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കിക്ക് ചെയ്യാൻ പോയത്. അച്ഛനാണെങ്കിൽ വീടിനകത്ത് കയറിയിട്ട് ഇരിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ആ സീലിംഗ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴൊന്നുമില്ല, അച്ഛൻ അവിടെ ഇരുന്നു എന്ന് പറയാണ്. അപ്പോൾ അച്ഛനാണെങ്കിൽ ഒന്നും കുടിക്കാൻ പറ്റില്ല, ഡയബറ്റീസ് ഉണ്ട്, ചൂടുള്ളത് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവൻ പച്ചവെള്ളം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അച്ഛൻ പറയാണ്, 11 വർഷമാണ് നിനക്ക് ടേക്ക് വോണ്ടോ കളിക്കാൻ വേണ്ടി ഞാൻ സമയം തന്നത്, എന്നിട്ട് ഇനിയും നിനക്ക് ബിസിനസ്സിലേക്ക് വരാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് പറയാണ്. നമ്മുടെ ടേപ്യോങ്ങിനാണെങ്കിൽ ഈ ടേക്ക് വോണ്ടോ വിട്ട് ഈ ബിസിനസ്സിലേക്കൊന്നും കയറാൻ തീരെ താല്പര്യമില്ല കേട്ടോ. അച്ഛൻ മുൻപ് ഇവനോടൊരു ജോലിക്ക് കയറാൻ പറഞ്ഞപ്പോൾ ഈ സെക്യൂരിറ്റി ജോബിൽ ഇവൻ കയറുന്നു അച്ഛൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അച്ഛൻ പറയുന്നുണ്ട്, നീ തിരിച്ച് വീട്ടിലേക്ക് വാ, എന്നിട്ട് എൻ്റെ കൂടെ ബിസിനസ് ചെയ്യുന്നു പറയാണ്. അപ്പം നമ്മുടെ ടേപ്യോങ്ങിനാണെങ്കിൽ തീരെ താല്പര്യമില്ല. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അച്ഛൻ എന്നും എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെ വെറുക്കും അച്ഛൻ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നീ എന്താടാ അങ്ങനെ പറഞ്ഞേ ചോദിക്കുകയാണ്, നീ എൻ്റെ മകനല്ലേ ചോദിക്കുകയാണ്. ഇത് തമ്മിൽ കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ഇഷ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. ടേപ്യോങ് അങ്ങനെ അവിടെ നിന്ന് നടന്നു പോവുകയാണ് അവൻ്റെ അക്കാഡമിയിലേക്ക്. അപ്പോഴാണ് നമ്മുടെ മിറേനെ കാണുന്നത്. അപ്പോൾ മിറേനാണെങ്കിൽ വഴിയിൽ വെച്ച് ഒരുപാട് പേര് ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. ഗ്രാൻഡ്മ ആണെങ്കിൽ വേഗം കല്യാണം കഴിക്കും, നിൻ്റെ അച്ഛൻ ഭയങ്കര റിച്ച് അല്ലേ, ജോലിക്കൊന്നും പോകണ്ടെന്നൊക്കെ പറഞ്ഞ് അവളെ ഉപദേശിക്കുകയാണ്. മിറയും കാണുന്നുണ്ട് നമ്മുടെ സെക്യൂരിറ്റീനെ.
കുറച്ച് കഴിയുമ്പോൾ മിറേനെ ഉപദേശിക്കുന്നത് ജാങ്ങും ചോയും ചേർന്നിട്ടാണ് കേട്ടോ. ചോയാണെങ്കിൽ ചോയുടെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു ഉപദേശമാണ് കൊടുക്കുന്നത്. അതായത് മക്കൾ പാരൻസിനെ അനുസരിക്കണം, ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പൊസിഷനിൽ നിന്ന് എത്തിയിരിക്കുന്നതെന്നൊക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പോകുമ്പോഴാണ് അവിടെ ആ ഹോട്ടലിൻ്റെ ഓണർ കാങ് എന്നാണ് കേട്ടോ അവൻ്റെ പേര്, ഇവൻ ഉപദേശിക്കാൻ വരുന്നത്. അപ്പോൾ ഇവനോട് അവൾ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ലാസ്റ്റ് നെയിം മാറ്റാൻ പോവുകയാണെന്ന് പറയുകയാണ്. അതായത് ബിയോൺ എന്നുള്ള പേര് മാറ്റിയിട്ട് അവളുടെ അമ്മയുടെ ലാസ്റ്റ് നെയിം ചേർക്കാൻ പോവുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം വാച്ച് ചെയ്തിട്ടാണ് നമ്മുടെ സെക്യൂരിറ്റി അവളുടെ കൂടെ പോകുന്നത് കേട്ടോ. ആണെങ്കിൽ അവളുടെ ആ ഒരു ടെൻഷനൊക്കെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഈ പോപ്പ് കരോക്കെ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നതാണ്. പക്ഷെ അതാണെങ്കിൽ അടച്ചു കിടക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അവിടെ നമ്മുടെ നായകനെ കാണുന്നത്, അതായത് ടേക്ക് വോണ്ട് അക്കാഡമിയുടെ ഫ്രണ്ടിൽ ഇവനെ കാണുന്നത് കേട്ടോ. അപ്പോൾ അവൻ പറയുകയാണ് നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അകത്തേക്ക് പോരെ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഒരു നാഷണൽ ടീമിലൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു മുൻപ്. മിറയാണെങ്കിൽ ഇതൊക്കെ കണ്ട് നല്ല ഇമ്പ്രസ്ഡ് ആയി നിൽക്കുമ്പോഴാണ് അവനൊരു ബോർഡ് കൊണ്ടുവരുന്നത് കേട്ടോ. എന്നിട്ട് പറയാണ് ഇതുമ്മ എങ്ങനെയാണ് കിക്ക് ചെയ്യേണ്ടതെന്നൊക്കെ അവൻ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവളോട് പറയണം ആദ്യം മെല്ലെ ഒന്ന് ഇടിച്ച് നോക്കുമെന്ന് പറയാണ്. അവൾ ഫസ്റ്റ് തന്നെ ഇടിക്കുമ്പോൾ അത് 2 പീസ് ആവുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടുകയാണ്. അവനും വിചാരിക്കുന്നുണ്ട് ഫസ്റ്റ് തവണ എന്നെ നന്നായി ചെയ്തല്ലോ എന്ന് പറയാണ്. അങ്ങനെ പിന്നെ ഒരു ബോർഡ് ഒറ്റയ്ക്ക്, പിന്നെ 2 ബോർഡ് ചേർത്ത് വെച്ച്, പിന്നെ 3 ബോർഡ് ചേർത്ത് വെച്ച്, അങ്ങനെ ഈ ബോർഡിൻ്റെ കട്ടി കൂടി കൂടി വരികയാണ് കേട്ടോ. അതൊക്കെ ഇവൾ ഒറ്റ അടിക്ക് തന്നെ പൊട്ടിക്കുന്നുമുണ്ട്. ലാസ്റ്റ് അവൻ ഒരു 5-6 പീസ് ബോർഡ് ഒരുമിച്ച് പിടിച്ചിട്ട് അവൾക്ക് കിക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവളത് ഒറ്റ ഇടിക്ക് തന്നെ ബ്രേക്ക് ചെയ്യാണ്. ടേപ്പിയോങ് ആണെങ്കിൽ അവളോട് ഇനി കുറച്ച് കിക്സ് പഠിപ്പിച്ചു തരണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പിന്നെ മതി ഇപ്പോൾ വേണ്ട എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ടേപ്പിയോങ് അവളോട് പറയാണ് നമുക്ക് നല്ല ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് തീർക്കാൻ ഇതാണ് ബെസ്റ്റ് വേ, പിന്നെ എത്തിക്കൽ വേയും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അവൾക്ക്. ഇതിനിടയ്ക്ക് ഇവളുടെ തലയിൽ ആ ബോർഡൊക്കെ ബ്രേക്ക് ചെയ്തപ്പോൾ കുറച്ച് പൊടിയൊക്കെ ആയിട്ടുണ്ട്. അവനത് മെല്ലെ എടുക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളും രണ്ടുപേരും ഒന്ന് സ്റ്റക്കൊക്കെ ആവുന്നുണ്ട് പെട്ടെന്ന് അങ്ങനെ ഒരു ആക്ഷൻ അവൻ്റെ സൈഡിൽ നിന്ന് വന്നപ്പോൾ. ഫസ്റ്റ് സീനിൽ മൂജിൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. മൂജിൻ പറയുകയാണ് ഞാൻ കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ അവർക്ക് കൊടുത്തപ്പോൾ അവരിപ്പോൾ എന്നെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണ്. കാരണം ഗ്രാൻഡ്മ, അതുപോലെ തന്നെ നമ്മുടെ സ്പെക്സ്, അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ ഇവന് ഓരോ ഗിഫ്റ്റൊക്കെ ഓരോ ദിവസം വന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോയ് ആണെങ്കിൽ ചോയുടെ വൈഫിൻ്റെ അമ്മ ചോയ്ക്ക് പണ്ട് കൊടുത്തിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പോൾ ഇവനൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ചോദിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ ഡൗട്ടൊക്കെ മാറി എന്നല്ലേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈഫ് ചോദിച്ച കാര്യം ഇവൻ ഇവിടെ ഫ്രണ്ടിനോടൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ടിനോട് പറയുന്നുണ്ട് ഇപ്പോൾ ആർക്കും ഡൗട്ടൊന്നുമില്ല പറയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ സ്പെക്സിൻ്റെ റൂമാട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരു റൂം ഹിഡൻ ആണ് കേട്ടോ, ഒരു കേർട്ടൻ്റെ ഒക്കെ ബാക്കിലായിട്ട്. അപ്പോൾ സ്പെക്സിൻ്റെ കയ്യിൽ ഇപ്പോഴും ആ തീപ്പെട്ടിയൊക്കെ തെളിവായിട്ടിരിക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട് എന്നെ ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും ഫൂൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ നായകനും നായികയും കൂടി ഒരുമിച്ച് നടന്നു വരികയാണ് കേട്ടോ. അങ്ങനെ ഇവർ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വരുമ്പോഴാണ് ഇവരുടെ നേരെ മുമ്പിൽ നമ്മുടെ നായികയുടെ അച്ഛൻ, അതായത് മൂജിൻ, ഭയങ്കര ഡ്രങ്കണായിട്ട് വരുന്നത്. അപ്പോൾ ഡ്രങ്കണായിട്ട് വരുന്ന മൂജിൻ്റെ ഫ്രണ്ടും പിന്നെ ആ ഒരു ഷോപ്പിൻ്റെ, അതായത് അവർ കുടിച്ചിരുന്ന ആ ഒരു ഷോപ്പിൻ്റെ ഓണറും കൂടിയിട്ടാണ് പിടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ മൂജിനാണെങ്കിൽ ഇവർ രണ്ടുപേരെയും കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഡേറ്റ് ചെയ്യണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. APOങ് ആണെങ്കിൽ അപ്പം തന്നെ അല്ല ഞങ്ങൾ ഡേറ്റ് ചെയ്യുമെന്നല്ല എന്ന് പറയുന്നുണ്ട്. ഷോപ്പിൻ്റെ ഓണറാണെങ്കിൽ മൂജിനോട് ചോദിക്കുന്നുണ്ട് അല്ല നീ നിൻ്റെ ഫാമിലിയുടെ കൂടെ ഒരുമിച്ചായെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മൂജിൻ പറയുന്നുണ്ട് ഇല്ല, സൂൺ ഞാൻ ആ ഫാമിലിയുടെ കൂടെ ആയിരിക്കും എന്ന് പറയാണ്. ഇതൊക്കെ നമ്മുടെ നായിക കേട്ടിട്ട് ദേഷ്യം വന്നിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ടേപ്പിയോങ്ങും കൂടി ചേർന്ന് നമ്മുടെ മൂജിനെ ഒരു ടാക്സിയിൽ കയറ്റി വിടുകയാണ് കേട്ടോ. ടേപ്പിയോങ് ആണെങ്കിൽ നമ്മുടെ മൂജിനെ ടാക്സിയിലൊക്കെ കയറ്റി വിട്ടതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ നായിക അവിടെ ഇല്ല കേട്ടോ. അവൾ എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് ഇവൻ അങ്ങനെ നടന്ന് നോക്കുകയാണ്. എവിടേക്ക് ഇത്ര പെട്ടെന്ന് പോയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഒന്ന് നോക്കുകയാണ് ചുറ്റും. അപ്പോഴാണ് അവിടെ ഒരു സ്ഥലത്ത് അവൾ നിൽക്കുന്ന കാണുന്നത് കേട്ടോ. അപ്പോൾ അവളാണെങ്കിൽ ഒരു സാധനത്തുമ്പോൾ പോയി ഒറ്റ ഇടി കൊടുക്കുകയാണ്. അതായത് അവളുടെ അച്ഛനോടുള്ള ദേഷ്യമാണ് അവിടെ ചെയ്യുന്നത്. പക്ഷേ സ്കോർ 4-2 ആണ് വരുന്നത് കേട്ടോ. അതൊരു 1000 വരെയൊക്കെ പോകുമായിരിക്കും, പക്ഷെ അവൾക്ക് അത്രയേ കിട്ടിയുള്ളൂ. അപ്പോൾ അവൾ ഭയങ്കര സാഡ് ആവുകയാണ്. അപ്പം മിറേ ചോദിക്കുകയാണ് ഈ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ ഒരുപാട് റൈവൽസ് ഉണ്ടാവില്ലേ, അപ്പോൾ ഏതെങ്കിലും ഒരാളെ തോൽപ്പിക്കാൻ പറ്റാതിരുന്നിട്ടുണ്ടോ, നമ്മൾ എന്തായാലും തോൽപ്പിക്കണമെന്ന് മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരാളുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം മിറേ ഉദ്ദേശിക്കുന്ന അവളുടെ അച്ഛനെയാണ്. അപ്പം നമ്മുടെ നായകനാണെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയുകയാണ്. ടേപ്പിയോങ്ങിനെ കോമ്പറ്റീഷൻസിലൊക്കെ ഒരു റൈവൽ ഉണ്ടായിരുന്നു കേട്ടോ. ആ റൈവലിൻ്റെ മുമ്പിൽ നമ്മുടെ ടേപ്പിയോങ് ഇപ്പോഴും 1 മാർക്കിന് തോൽക്കുമായിരുന്നു. പക്ഷെ ലാസ്റ്റ് മാച്ചിൽ ഞാൻ ജയിച്ചു എന്ന് പറയാണ് കേട്ടോ ടേപ്പിയോങ്. മിറ അപ്പം മുൻപത്തെ ഒരു കാര്യം ആലോചിക്കുകയാണ് കേട്ടോ. അപ്പം അച്ഛൻ ഒരു ദിവസം കാലത്ത് അവിടെയുള്ള ബാക്കിയുള്ള എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഡിസ്ട്രെസ് ആയിരുന്നില്ലേ കുറച്ച് നാൾ, അതുകൊണ്ട് അതിനൊരു പരിഹാരമായിട്ട് 3 മാസത്തേക്ക് മെയിൻ്റനൻസ് ഫീസ് പേ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് അതേ സമയത്ത് തന്നെ ഇവളുടെ റൂമിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ്റനൻസ് ഫീസ് അച്ഛന് കൊടുക്കുകയാണ് അത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട്. എന്നിട്ട് നമ്മുടെ മിറൈ ടേപ്പിയോങ് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് നിങ്ങൾ അയാളെ കീഴടക്കിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടേപ്പിയോങ് പറയുന്നുണ്ട് അതായത് നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾ അത് ആരാണെന്ന് നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല, അങ്ങനെ മൈൻഡ് ചെയ്യാതെ നമ്മൾ നോർമലായി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവനൊന്ന് ഇടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് നല്ല സ്കോർ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ വീണ്ടും ഒന്ന് ഇമ്പ്രസ്ഡ് ആവുന്നുണ്ട്. മുൻപത്തെ സീൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ കാണിക്കുന്നത്.
എല്ലാവരും കൂടി കാലത്ത് എങ്ങോട്ടാ പോകുന്നതെന്ന് നമ്മുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് കേട്ടോ മിറേനോട്. പക്ഷേ മിറയും ഏയോങ് ഒന്നും അതിന് മറുപടി പറയുന്നില്ല. പക്ഷേ നമ്മുടെ മകൻ പറയുന്നുണ്ട് ഞാൻ കോളേജിലേക്കാണ്, അമ്മയ്ക്ക് ഇന്ന് മോർണിംഗ് ഷിഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഓണ്ട് ജിയോങ്ങും പറയുന്നുണ്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിലേക്കാണെന്ന്. അങ്ങനെ ദേ അവരെല്ലാവരും സംസാരമൊക്കെ കഴിഞ്ഞു. ബാക്കി എല്ലാവരും കാറിലൊക്കെ കയറി പോവുകയാണ് കേട്ടോ. ഈ സമയത്ത് ചോയ് വന്നിട്ട് പറയുകയാണ് നമ്മുടെ മൂജിനോട്, ആ വീട്ടിലെ സ്ത്രീകളൊക്കെ കുറച്ച് സ്റ്റബ്ബേൺ ആണ്, നിങ്ങൾ പഴയ പോലെ മിങ്കിളാവാൻ കുറച്ച് ടൈം എടുക്കും, കുഴപ്പമൊന്നും വിചാരിക്കേണ്ട എന്ന് പറയാണ്. ഏയോങ് ആണെങ്കിൽ എല്ലാവർക്കും കഴിക്കാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹ്യുങ്ജയ് പറയുന്നുണ്ട് എനിക്ക് സോസ് കഴിക്കാൻ പറ്റില്ല, ഞാനൊരു ഡയറ്റിലാണെന്ന് പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ അമ്മ പറയുന്നുണ്ട് ആ വേണ്ടെങ്കിൽ വേണ്ട, ഇതിൽ തിരിച്ചു വെച്ചേക്ക് എന്ന് പറയാണ്. ജിയോങ്ങും പറയുന്നുണ്ട് എനിക്കും വേണ്ടാന്ന്. അപ്പോൾ അതൊക്കെ വാങ്ങി തിരിച്ചു വെക്കുകയാണ് കേട്ടോ. അപ്പം മിറ അമ്മേനോട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നാളെ തൊട്ട് അമ്മ നമുക്ക് രണ്ടുപേർക്കുള്ളത് മാത്രം പാക്ക് ചെയ്താൽ മതി, ഇവർക്കൊന്നും വേണ്ടാന്ന് പറയാണ്. നെക്സ്റ്റ് സീനിൽ മൂജിനാണെങ്കിൽ അവരുടെ അഗ്രിമെൻ്റ് ഒക്കെ നോക്കിയതിന് ശേഷം വൈഫിനെ കോൾ ചെയ്യാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് വൈഫിനോട് ഇന്ന് നമുക്ക് ലഞ്ച് എന്തായാലും ഒരുമിച്ച് കഴിക്കാമെന്ന്. അപ്പോൾ എയോങ് പറയാണ് ഇന്ന് മിറയുടെ കൂടെയാണ് ഞാൻ പുറത്തിരുന്നാണ് കഴിക്കുന്നത്, അതായത് ഹോട്ടലിൽ പോയിട്ട് കഴിക്കുകയാണ് അവരെന്ന് പറയാണ്. അപ്പോഴാണ് മൂജിൻ മുൻപത്തെ ഒരു കാര്യം ആലോചിക്കുന്നത് കേട്ടോ. ഇതുപോലെ വേറൊരു ദിവസം മിറയാണെങ്കിൽ അമ്മേനെയും കൂട്ടി ട്രക്കിങ്ങിന് പോകാൻ നിൽക്കുകയാണ്. വേറെ ഒന്നുമല്ല മിറ ചെയ്യണേ, അമ്മയും അച്ഛനും കൂടി അധികം മിങ്കിൾ ചെയ്യാനുള്ള സിറ്റുവേഷനൊന്നും അവൾ കൊടുക്കുന്നില്ല, ടൈമൊന്നും കൊടുക്കുന്നില്ല. ഇതുപോലെ ഒരു തവണ ഗ്രിൽഡ് ചിക്കൻ അതേ സ്ഥലത്ത് വന്ന് ചോദിക്കുമ്പോൾ ലാസ്റ്റ് പീസ് ആണെങ്കിൽ ഇവള് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. മൂജിനും ഈ ഗ്രിൽഡ് ചിക്കൻ വാങ്ങാൻ വന്നത് നമ്മുടെ എയോങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇവളും അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. ഒരു ദിവസം അമ്മ ഡ്രസ്സൊക്കെ ഇങ്ങനെ വിരിച്ചിടുന്ന സമയത്ത് അമ്മ ഒന്ന് തുമ്മുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഹസ്ബൻഡ് ഓടി ചെന്നിട്ട് എന്താ ഇത് പറ്റി, ഹോസ്പിറ്റലിൽ പോകണോ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ മിറ വന്നിട്ട് പറയുകയാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോകാനെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അമ്മേനെയും വിളിച്ച് അവിടെ നിന്ന് പോവുകയാണ്. നെക്സ്റ്റ് സീനിൽ മൂജിനാണെങ്കിൽ ഫ്ലവർ ബൊക്കെ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു പ്രത്യേക ഫ്ലവറിൻ്റെ പേര് പറഞ്ഞ് ഇങ്ങനെ വാങ്ങാൻ നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് നമ്മുടെ മിറയും വരുന്നത് കേട്ടോ. അവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ വന്ന് റോസിൻ്റെ ഒരു ബൊക്കെ വേണമെന്ന് പറയുകയാണ്. പെട്ടെന്ന് തന്നെ ആ ബൊക്കയും എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് അവൾ ഹാപ്പി ആയിട്ട് നടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ അച്ഛൻ അവളെ ഓവർടേക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ കയ്യിലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബൊക്കയുണ്ട്. അങ്ങനെ രണ്ടുപേരും നല്ല സ്പീഡിൽ നടക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ അമ്മയ്ക്ക് ആര് കൊടുക്കും എന്നൊരു ടെൻഷനിലാണ് രണ്ടുപേരും സ്പീഡിൽ ഓടി പോകുന്നത് കേട്ടോ. കുറച്ച് ദൂരം കഴിയുമ്പോൾ സിഗ്നലിൻ്റെ അവിടെ എത്തുകയാണ്. അവിടെ വെച്ചിട്ട് നമ്മുടെ അച്ഛൻ്റെ സിഗ്നലാണ് പെട്ടെന്ന് മാറുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ പെട്ടെന്ന് തന്നെ ക്രോസ് ചെയ്ത് അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോഴും മിറയുടെ സിഗ്നൽ മാറിയിട്ടില്ല. അങ്ങനെ അങ്ങനെ അച്ഛൻ നടന്നു പോകുന്ന വഴിക്ക് നമ്മുടെ സെക്യൂരിറ്റിയുടെ സൈക്കിളായിട്ടൊന്ന് കൂട്ടിയിടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ സെക്യൂരിറ്റി സോറിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോഴാണ് നമ്മുടെ മിറ വേറൊരു ഇലക്ട്രിക് സ്കൂട്ടർ, അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, അതിൽ പോകുന്നത് കേട്ടോ. ഉടനെ തന്നെ അച്ഛൻ നമ്മുടെ സെക്യൂരിറ്റിക്കാരൻ്റെ ആ ഒരു സൈക്കിളും വാങ്ങി പോവുകയാണ് കേട്ടോ. നമ്മുടെ സെക്യൂരിറ്റി ടേപ്പിയോങ് ആണെങ്കിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞതൊന്നും അവൾക്ക് അങ്ങോട്ട് വ്യക്തമായില്ല തോന്നുന്നു എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുക കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ അച്ഛൻ സൈക്കിളൊക്കെ ചവിട്ടി വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എയോങ് ആണെങ്കിൽ പുറത്ത് നിൽക്കുന്നുണ്ട്. ഈ സാധനം ഇനി എവിടെ കൊണ്ടുപോയി കൊടുക്കും എന്ന് ആലോചിച്ചിട്ടാണ് അവൾ അവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവന് മനസ്സിലായി ഓൾറെഡി റോസിൻ്റെ ബൊക്കെ കിട്ടിയെന്ന് മനസ്സിലായി. എങ്കിലും അവൻ വാങ്ങിക്കൊണ്ടുവന്ന ആ ബൊക്കെ വൈഫിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്, നിനക്കൊരു മീൽ പോലും എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുകയാണ് വിഷമത്തോടു കൂടി. നെക്സ്റ്റ് സീനിൽ നമ്മുടെ മിറ അനിയനെ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അനിയൻ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്, വേറെ ആരും അമ്മേനെ ഇതുപോലെ സ്നേഹിക്കൊന്നുമില്ല. അവർ ഡിവോഴ്സ് ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു അവരെ രണ്ടുപേരും ഡിവോഴ്സ് ആവാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പോഴും അവർ രണ്ടുപേരും ഒരുമിച്ചുണ്ടാവണം എന്നാണ് ആഗ്രഹം എന്ന് ചേച്ചീനോട് പറയാണ് കേട്ടോ. മിറ അനിയനോട് പറയുന്നുണ്ട് നീ ആദ്യം പഠിച്ചൊരു ജോലി വാങ്ങാൻ നോക്കെന്ന് പറയാണ്. നമ്മുടെ ഫാമിലിയിൽ ആരും തന്നെ ബിസിനസ് ചെയ്യാൻ മാത്രം കേൾപ്പുള്ളവരൊന്നും ഇല്ല എന്ന് അനിയനോട് പറയാണ്. കേൾക്കുമ്പോൾ നമ്മുടെ അനിയന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അനിയൻ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നീ അവരുടെ ഇടയിൽ നിൽക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അവൻ അവിടെ ഇറങ്ങുകയാണ് കേട്ടോ. ഓൾറെഡി അവൻ്റെ സ്റ്റോപ്പ് എത്തിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവൻ അവിടെ ഇറങ്ങുകയാണ്. അവൻ അവിടെ നിന്നൊരു ബസ് കയറിയിട്ട് ഒരു ടാക്സിയിലാണെങ്കിൽ ഒരു ടാക്സിയിൽ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലാണ് അവൻ വന്നിരിക്കുന്നത്. ഈ റെസ്റ്റോറൻറ്റ് ഈ ഫ്രണ്ട് നടത്തുന്നതാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഇവൻ്റെ അച്ഛനും അമ്മയും ഇവനെ ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയാണ് അതിലേക്കുള്ള ക്യാഷിൻ്റെ കാര്യം കിട്ടിയെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മുടെ ഹ്യുങ്ജെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ഫ്രണ്ടിൻ്റെ ആ ഒരു സ്ഥാനത്ത് നമ്മുടെ ഹ്യുങ്ജെ അവനെ തന്നെ ഒന്ന് കണ്ടു നോക്കി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇവനാണെങ്കിൽ കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ. ഫസ്റ്റ് സീനിൽ നമ്മുടെ മിറ ഓഫീസിലെത്തി കേട്ടോ. അപ്പോൾ അവളുടെ ബോഡിയൊക്കെ നല്ല പെയിൻ ഉണ്ട്. അപ്പോൾ അവളുടെ കൊളീഗ്സ് പറയുന്നുണ്ട് നീ ഇടയ്ക്ക് ബോഡി മസാജിനൊക്കെ പോകും നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ മിറ പറയാണ് ആ കാശുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ റെൻറ്റ് പേ ചെയ്യാൻ പറ്റും, ഞാനൊന്നും പോകുന്നില്ല മസാജിനെന്ന് പറയാണ്. അതേസമയം നമ്മുടെ എയോങ് ആണെങ്കിൽ കുറച്ച് ഡ്രസ്സും ഐറ്റംസൊക്കെ ഡ്രൈ വാഷിനൊക്കെ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഹസ്ബൻഡിൻ്റെ അതായത് മൂജിൻ്റെ ഫ്രണ്ട് അതിലൂടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. ഇവനാണെങ്കിൽ കോളിൽ കാശുണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അങ്ങനെ ദേ ഇവൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴാണ് തൊട്ട് പുറകെ നമ്മുടെ എയോങ് എത്തിയിട്ടുണ്ട്. അങ്ങനെ എയോങ് ഇവനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എയോങ് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളെന്താ ഇവിടെ ചോദിക്കുമ്പോൾ അവൻ പറയാണ് എൻ്റെ ഓഫീസ് ഇതിൻ്റെ മേലെയാണെന്ന് പറയാണ്.
എന്നിട്ട് ഇവൻ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെന്താ ഫോണിൽ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള റിപ്ലൈ ഒന്നും ഇവൻ പറയുന്നില്ല. ഇതൊക്കെ കേട്ടൂല എന്ന രീതിയിൽ സ്റ്റക്കായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അവനാണെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തീരെ താല്പര്യമില്ല. അപ്പോൾ നമ്മുടെ എയോങ് പറയാണ്, അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പറയണ്ട, ഞാൻ എന്തായാലും എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചോളാം, ഇതെന്താ കാര്യം എന്ന് ചോദിച്ചോളാം എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് അവൾ അവിടെ നിന്ന് അങ്ങനെ നടന്നു പോവുകയാണ്. മൂജിനോട് ചോദിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇവൾ നടന്നു പോകുമ്പോൾ അവനാകെ ടെൻസ്ഡ് ആവുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സീനിൽ മൂജിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അവനാണെങ്കിൽ നമ്മുടെ മുൻപത്തെ ഓണർ മരിച്ചു പോയില്ലേ, അങ്ങേരുടെ ആ ഒരു മെമ്മോറിയൽ പ്ലേസിൻ്റെ അവിടെയാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങേരെയും അങ്ങേരുടെ മക്കളുടെയൊക്കെ ഫോട്ടോ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. മൂജിൻ ഒരു 2 സെക്കൻഡ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ആ ഫോട്ടോസൊക്കെ നോക്കിയിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ മിറയുടെ ഓഫീസാണ് കേട്ടോ കാണിക്കുന്നത്. ഇവിടെ ഒരു വലിയൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. കാര്യം വേറെ ഒന്നല്ല, ഈ മാസത്തെ സെയിൽസിൽ നമ്മുടെ ടെക്കോബോക്കിയാണ് ഏറ്റവും കൂടുതൽ സെയിലായിട്ട് പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് മിറേനെ അപ്രിഷ്യേറ്റ് ചെയ്യാണ്. ആ സമയത്താണ് നമ്മുടെ CEO അങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ. നമ്മുടെ മിറേനെ കണ്ട വശം CEOയ്ക്ക് മനസ്സിലാവുകയാണ്. തലേദിവസം ലിഫ്റ്റിൻ്റെ അവിടെ വെച്ചിട്ട് ഈ കുട്ടിയാണ് ഞങ്ങളെ രണ്ടുപേരെയും കണ്ടേന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ. എങ്കിലും അതൊന്നും ഇവിടെ കാണിക്കുന്നില്ല. അവളുടെ ആ ഒരു പ്രകടനത്തിന്, അതായത് നല്ല എഫോർട്ട് എടുത്തിട്ടുണ്ട് ഇത്രയും സെയിൽസ് ഇവിടെ വരാനും. അതുപോലെ തന്നെ ഒരു സെലിബ്രിറ്റി അവളുടെ സ്കൂളിലത്തെ അലുമിനി ആയിരുന്നു. അയാളുടെ ഹെൽപ്പൊക്കെ ഇവൾ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു നല്ല സെയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊക്കെ അവളുടെ ഹാർഡ് വർക്കിനെ അപ്രിഷ്യേറ്റ് ചെയ്യാണ് നമ്മുടെ CEO. അതിനുശേഷം അങ്ങേര് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാവരും നന്നായിട്ട് ഇവളെ ചിയർ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവൾക്കൊരു പ്രൊമോഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് ഇവർ പോകുമ്പോഴാണ് ഇവളുടെ ഒരു മെയിൽ കൊളീഗ് ചോദിക്കുന്നത്, അല്ല എൻ്റെ കല്യാണം കഴിഞ്ഞത്, എനിക്ക് 2 പിള്ളേരൊക്കെ ഉണ്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊമോഷൻ ഏറ്റവും അത്യാവശ്യം എനിക്കാണെന്ന് പറയുമ്പോൾ നമ്മുടെ മിറ പറയുന്നുണ്ട്, നിന്നെ പോലെ തന്നെ അതേ അത്യാവശ്യം എനിക്കും ഉണ്ടെന്ന് പറയാൻ കേട്ടോ. ഈ സമയത്താണ് നമ്മുടെ നായകൻ അതിനകത്തേക്ക് ലിഫ്റ്റിനകത്തേക്ക് കയറുന്നത്. ആ ടൈമിൽ നമ്മുടെ കൊളീഗ്, അതായത് ഒരു ഫീമെയിൽ കൊളീഗ് മിറേനോട് ചോദിക്കുകയാണ്, അല്ലടി നമ്മുടെ CEOയുടെ മകൻ ഇവിടെയില്ലേ, അതാരാന്നൊന്ന് പറയുന്നു പറയാൻ കേട്ടോ. അപ്പം മിറ ചോദിക്കുന്നുണ്ട്, അല്ല അത് നിനക്കറിഞ്ഞിട്ട് എന്തിനാ ചോദിക്കുകയാണ്. അപ്പോൾ കൊളീഗ് പറയുന്നുണ്ട്, വേറൊന്നിനുമല്ല, എനിക്ക് അവനൊന്ന് സെഡ്യൂസ് ചെയ്യാനാണെന്ന് പറയാണ്. മിറ അപ്പോൾ അവളോട് പറയുന്നുണ്ട്, നിന്റെ ഡ്രാമ കാണലൊക്കെ കുറച്ച് കൂടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. മിറയും ഇറങ്ങുന്നുണ്ട്, നമ്മുടെ സെക്യൂരിറ്റി ഇറങ്ങുന്നുണ്ട്, എല്ലാവരും ഇറങ്ങുന്നുണ്ട്. ടൈമിൽ നമ്മുടെ മെയിൽ കൊളീഗ് ചെറുതായിട്ടൊന്ന് ചൊറിയുന്നുണ്ട് കേട്ടോ മിറേനെ. അതായത് പ്രൊമോഷൻ കിട്ടിയത് നീ CEO ആയിട്ടൊരു ഡീലൊക്കെ വെച്ചിട്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം മിറ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് ഒരു തമാശ രീതിയിൽ. മിറേനോടാണെങ്കിൽ നമ്മുടെ ടേപ്പിയോങ് സോറിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇതൊരു സീക്രട്ടായി വെക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇവൾക്ക് ഇത്രയും ആൾക്കാരോട് കള്ളം പറയേണ്ടി വന്നത്. അപ്പോൾ അതിനൊക്കെ സോറി പറയുന്നുണ്ട് നമ്മുടെ മിറേനോട്. അങ്ങനെ രാത്രിയായി, ഇരുട്ടായി. നമ്മുടെ എയോങ് ആണെങ്കിൽ കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് പെട്ടെന്നൊരാൾ വന്നിട്ട് നമ്മുടെ എയോങ്ങിൻ്റെ ഷോൾഡറിൽ പിടിക്കുന്നത്. ഉടനെ എയോങ്ങിൻ്റെ ഫോണൊക്കെ നിലത്ത് വീഴുകയാണ്. മിറയാണെങ്കിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഒരു ഷോപ്പിലേക്ക്. അപ്പോൾ അമ്മേനെ കുറേ തവണ കോൾ ചെയ്യുന്നുണ്ട് അമ്മയുടെ ഒപ്പീനിയനും കൂടി ചോദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അമ്മ കോൾ എടുക്കുന്നില്ല. അങ്ങനെ അവൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു 4 ഡോറുള്ള ഒരു ഫ്രിഡ്ജ് ചൂസ് ചെയ്യാണ് കേട്ടോ. ഇതേസമയം നമ്മുടെ ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ബ്രാൻഡഡ് ബാഗൊക്കെ വാങ്ങി വെക്കുന്നുണ്ട്. അപ്പോൾ മകനോട് ചോദിക്കുന്നുണ്ട്, ഇത് നിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടാവില്ലേ ചോദിക്കുമ്പോൾ മകനും പറയുന്നുണ്ട്, അതൊക്കെ ഇഷ്ടാവും, പിന്നല്ലാതെ ഇഷ്ടാവാതിരിക്കുമോ സ്ത്രീകൾക്ക് ഇതൊക്കെ എന്ന് പറയാണ് കേട്ടോ. ആ സമയത്താണ് താഴെ ഒരു വലിയൊരു വണ്ടി വരുന്ന ശബ്ദം കേട്ടിട്ട് ഇവർ ആ ഒരു കവറും ആ ഒരു ബാഗിൻ്റെ കവറൊക്കെ എടുത്ത് താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ മിറയും ഉണ്ട്. മാത്രമല്ല മിറ ഓർഡർ ചെയ്തിട്ടുള്ള ആ ഒരു ഫ്രിഡ്ജും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ഛനാണെങ്കിൽ ഹാൻഡ് ബാഗിൻ്റെ ആ ഒരു കവറൊക്കെ മിറയുടെ മുമ്പിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട്, നിൻ്റെ അമ്മയുടെ 5 മിസ് കോൾ എനിക്ക് വന്നിട്ടുണ്ട്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ പറഞ്ഞിട്ട് തിരിച്ച് വിളിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് തിരിച്ച് കോൾ എടുക്കുന്നത് വേറൊരാളാണേ. ഫ്രിഡ്ജ് കയറ്റി വയ്ക്കാൻ പോയ ആ ഒരാൾക്കാരും പറയുന്നുണ്ട്, നിങ്ങളുടെ വീട് ലോക്ക്ഡ് ആണല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോഴാണ് അച്ഛന് മനസ്സിലാവുന്നത്, അതായത് അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. കാരണം കോൾ അറ്റൻഡ് ചെയ്തത് വേറൊരാളാണ്. അയാൾ പറയുന്നുണ്ട്, ഈ ഫോൺ എനിക്ക് റോട്ടിൽ നിന്ന് നിലത്തുനിന്നാണ് കിട്ടിയത്, മാത്രമല്ല ഇവിടെ കുറേ പച്ചക്കറിയൊക്കെ നിലത്ത് വീണ് കിടക്കുന്നുണ്ടെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അച്ഛന് നന്നായിട്ട് ടെൻഷൻ ആവുകയാണ് കേട്ടോ. ഞാൻ എയോങ്ങിനെ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മിറേനെയും അവളുടെ അനിയനെയും അവിടെ നിർത്തിയിട്ട് അച്ഛൻ ഓടി പോവുകയാണ്. അച്ഛനാണെങ്കിൽ ഞാനിപ്പോൾ അമ്മേനെ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണല്ലോ. അതുകൊണ്ട് തന്നെ മിറയ്ക്കും ടെൻഷൻ ആവുകയാണ്. അല്ല അമ്മയ്ക്ക് ഇപ്പോൾ എന്ത് പറ്റിയാണോ വിചാരിച്ചിട്ട് മിറയും പുറകെ ഓടുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ഛന് അമ്മയുടെ കയ്യിൽ നിന്ന് വീണുപോയ ആ പച്ചക്കറിയുടെ സഞ്ചിയൊക്കെ കിട്ടുന്നുണ്ട് റോട്ടിൽ വെച്ചിട്ട്. മിറയാണെങ്കിൽ ബസ് സ്റ്റോപ്പിലും അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും പോയി അന്വേഷിക്കുകയാണ്. മൂജിനാണെങ്കിൽ കാങ്ങിൻ്റെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് അന്വേഷിക്കുന്നുണ്ട് വൈഫ് ഇവിടെ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ആ ടൈമിലാണ് നമ്മുടെ നായികയ്ക്ക് ഒരു കോൾ വരുന്നത് കേട്ടോ. അപ്പോൾ വേറെ ആരുടെയൊന്നുമല്ല, ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ അവൾ അങ്ങോട്ട് ഓടുകയാണ്. അവൾ അവിടെ എത്തുമ്പോൾ തന്നെ അവളുടെ അച്ഛനും ബ്രദറും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പോലീസ് സ്റ്റേഷനിൽ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തി ചുറ്റും നോക്കിയിട്ട് അമ്മേനെ കാണുമ്പോഴാണ് ഇവർക്ക് സമാധാനമാവണം കേട്ടോ. അതായത് മൂജിനും ഒന്ന് സമാധാനമാവുന്നുണ്ട് അവൻ്റെ വൈഫിനെ കാണുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ പിള്ളേർക്ക് 2 പേർക്കും അവരുടെ അമ്മേനെ കാണുമ്പോൾ ഒരു സമാധാനം അങ്ങോട്ടാവുകയാണ്. ഓടിപ്പോയിട്ട് ഹഗ് ചെയ്തിട്ട് ചോദിക്കുകയാണ്, അല്ല അമ്മ എന്ത് പറ്റി, എന്താ ഫോൺ എടുക്കാതിരുന്നത്, പെട്ടെന്ന് എന്താ ഉണ്ടായെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോലീസ് ഓഫീസർ പറയാണ്, ഈ 3 സ്ത്രീകൾ കൂടിയിട്ട് അയാളെ നന്നായിട്ട് അടിച്ചിട്ടുണ്ടെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അമ്മേനെ മാത്രമേ ഇവർ ആദ്യം കണ്ടുള്ളൂ. പിന്നെ നോക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് നമ്മുടെ ഗ്രാൻഡ് മാനെയും അതുപോലെ തന്നെ സ്പെക്സിൻ്റെ വൈഫിനെയും അവിടെ കാണുന്നത് കേട്ടോ.
അപ്പോൾ ഇവർ 3 പേര് ചേർന്ന് ഏതോ ഒരാളെ നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കേസൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇവർ ഇവിടെ വന്നിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ എന്തിനാ അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന് മനസ്സിലായോ, ഇയാളാണ് പണ്ട് നമ്മുടെ എയോങ്ങിനെ ഒരുപാട് ഹറാസ് ചെയ്യാനൊക്കെ നോക്കിയിട്ടുള്ളത്. മൂജിനാണെങ്കിൽ തലേ ദിവസം ഇയാളെ ഒന്ന് അടിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ മൂജിൻ അടിച്ച കാര്യമൊക്കെ നമ്മുടെ എയോങ്ങും അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അസോൾട്ട് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ 3 സ്ത്രീകളും ചേർന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്നത് കേട്ടോ. മൂജിനാണെങ്കിൽ വീണ്ടും ദേഷ്യം വന്നിട്ട് അയാളുടെ ഷോൾഡറിലും കോളറിലൊക്കെ പിടിച്ച് നന്നായിട്ട് അടിക്കാൻ പോകുന്നുണ്ട്. ഇനി എന്താ ഇൻസിഡൻറ്റ് ഉണ്ടായെന്ന് കാണിക്കുകയാണ്. നമ്മുടെ അമ്മ, അതായത് എയോങ് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഇയാൾ വന്നിട്ട് ഷോൾഡറിൽ പിടിക്കുന്നത്. ഉടനെ തന്നെ ഓളി ഇടുകയാണ്. അപ്പോൾ നമ്മുടെ എയോങ്ങിൻ്റെ ഓളി കേട്ടിട്ടാണ് അങ്ങോട്ട് ആര് വരുന്നത്, നമ്മുടെ ഗ്രാൻഡ്മയും സ്പെക്സിൻ്റെ വൈഫും കൂടിയിട്ട് അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇയാളാണെങ്കിൽ നമ്മുടെ എയോങ്ങിനെ തള്ളിയിട്ടിട്ട് ഓടുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഗ്രാൻഡ്മയും സ്പെക്സിൻ്റെ വൈഫും അയാളുടെ പുറകെ തന്നെ ഓടുന്നുണ്ട് കേട്ടോ. ആയാലും പുറകെ ഓടിച്ചെന്ന് ഇയാളെ പിടിക്കാൻ പറ്റില്ല എന്ന് എയോങ്ങിന് അറിയാം. അതുകൊണ്ട് തന്നെ അവിടെ കിടന്നിരുന്ന ഒരു ഷൂ എടുത്തിട്ട് ഒരു പൈപ്പ് വെച്ച് അടിക്കുകയാണ് കേട്ടോ ആ ഷൂമ്മേ. അപ്പോൾ ആ ഷൂ ഒരു ബോൾ ചെന്ന് തലയിൽ അടിക്കുന്ന അതേ ഫോഴ്സിൽ ഇയാളുടെ തലയിൽ പോയി അടിക്കുകയാണ്. അപ്പോൾ അയാൾ പെട്ടെന്ന് അവിടെ അൺകോൺഷ്യസ് ആയി വീഴുകയാണ്. അതിന് ശേഷമാണ് ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇൻസിഡൻ്റൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹസ്ബൻഡിന് മൂജിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ആ ഇഷ്യൂ ഒക്കെ അവിടെ സോൾവ് ആക്കി എല്ലാവരും കൂടി വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ മൂജിൻ വൈഫിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. ഈ സമയത്ത് നമ്മുടെ നായികയാണെങ്കിൽ ഭയങ്കര അപ്സെറ്റായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പം നമ്മുടെ നായിക ഇത്ര അപ്സെറ്റായി നിൽക്കുന്നത് വേറെ ആരും ശ്രദ്ധിച്ചില്ല. പക്ഷേ നായികയുടെ അച്ഛൻ, അതായത് മൂജിൻ, ഈ ഒരു കാര്യം നോട്ട് ചെയ്തിരുന്നു കേട്ടോ. മൂജിൻ അപ്പോൾ വൈഫിനോട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോക്കോ, എനിക്കൊരാളെ മീറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. മൂജിൻ ഇവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോഴേക്കും നമ്മുടെ മിറൈ അനിയനോട് പറയാണ്, നീ അമ്മേനെയും കൊണ്ട് വീട്ടിലേക്ക് പോകും, ഞാൻ എന്തായാലും ഒരാളെ മീറ്റ് ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്നോളാം എന്ന് പറഞ്ഞിട്ട് ഇവൾ പുറത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട്. മിറൈ എന്നിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുട്ടത്ത് കൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. പണ്ടത്തെ ഓരോ കാര്യങ്ങളും അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. പണ്ട് ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ അസാൾട്ട് ചെയ്തില്ലേ അമ്മേനെ, അയാൾ തന്നെ മുൻപും അമ്മേനെ അസാൾട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അന്ന് അവർ താമസിച്ചിരുന്നത് ഇയാളുടെ ഒരു അപ്പാർട്ട്മെൻറ്റിലായിരുന്നു വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ അമ്മ അന്ന് വർക്ക് ചെയ്തിരുന്നത് ഇയാളുടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ. അത് നമ്മുടെ മിറ കേൾക്കുന്നുണ്ടായിരുന്നു ഇയാളും ഇയാളുടെ ഫ്രണ്ടുമായിട്ട് സംസാരിക്കുന്നത്. അതായത് ഇപ്പോൾ ആ ഒരു ലേഡി വർക്ക് ചെയ്യുന്നത് എൻ്റെ റെസ്റ്റോറൻറ്റിലാണ്, അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ ആ ലേഡി അനുസരിക്കണം എന്നൊക്കെ മോശമായ രീതിയിൽ ഇവളുടെ അമ്മേനെ കുറിച്ച് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാത്രി ഇയാൾ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ മിറയും അയാളെ ഫോളോ ചെയ്തിരുന്നു കേട്ടോ. മിറയുടെ കയ്യിലൊരു ഇഷ്ടികയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് അയാളുടെ നേരെ അത് എറിയാനുള്ളൊരു ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ അവൾക്ക് ആ സമയത്ത്. അപ്പോൾ അന്നും അവൾക്ക് അയാളിൽ നിന്ന് അമ്മേനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ഇന്നും പറ്റിയില്ല. അയാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊന്ന് കൈ ഉയർത്താൻ പോലും അവൾക്ക് അന്ന് പറ്റിയില്ല. അന്ന് അവൾ കുറച്ചുകൂടെ ചെറിയ കുട്ടിയായിരുന്നില്ലേ. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ആലോചിക്കുമ്പോഴാണ് മിറ മനസ്സിലാക്കുന്നത്, അവൾ ശരിക്കും വിചാരിച്ചിരുന്നത് അച്ഛനില്ലെങ്കിലും അമ്മേനെ നന്നായി നോക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണം എന്നൊക്കെയായിരുന്നു. പക്ഷേ പല കാര്യങ്ങളിലും അവൾക്കത് പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സങ്കടവും വിഷമൊക്കെയാണ് അവളിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്. ഇന്നിപ്പോൾ അമ്മയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോൾ അവളുടെ അച്ഛൻ നല്ല രീതിയിൽ അയാളെ തല്ലാനൊക്കെ പോയി. പക്ഷേ ഇവളെ കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ആ ഒരു വിഷമമാണ് കേട്ടോ അവൾക്കുള്ളത്. അപ്പോൾ അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛനെ തൊട്ട് പുറകെ കാണുന്നുണ്ട് കേട്ടോ. അച്ഛൻ ഇത്ര നേരം ഇവളറിയാതെ ഇവളുടെ കൂടെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട്, നീ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ ചെയ്തേ. നിൻ്റെ അമ്മേനെ നീ ഒരുപാട് നല്ല രീതിയിലാണ് നോക്കിയത്. നിൻ്റെ അനിയൻ്റെ എല്ലാ കാര്യങ്ങളും, ഫീസ്, അങ്ങനെയുള്ള എല്ലാം നീ തന്നെ പേ ചെയ്തത്. ഞാൻ കാരണം വളരെ ചെറുപ്പത്തിൽ നിനക്ക് ഈ വീടുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കേണ്ടി വന്നു. അപ്പോൾ അച്ഛന് അതിലൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടെന്നാണ് അച്ഛൻ പറയുന്നത്. അതുപോലെ തന്നെ ഇവളുടെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിനും അച്ഛന് ഒരുപാട് സങ്കടമുണ്ട്. അപ്പോൾ മൂജിൻ ഇല്ലാതിരുന്നിട്ടും ഇവളെല്ലാ കാര്യങ്ങളും നന്നായി തന്നെ ചെയ്തു എന്നാണ് മൂജിൻ പറയുന്നത് മകളോട്. മൂജിൻ എന്നിട്ട് സോറിയും പറയുന്നുണ്ട് കേട്ടോ. ഇത്ര നാൾ ഇവൻ കാരണം ഇവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് അച്ഛൻ മകളോട് സോറി പറയാണ്. അപ്പോൾ മിറൈ തിരിച്ച് അച്ഛനോട് പറയാണ്, എനിക്കൊരിക്കലും അച്ഛനെ പോലെ ആവാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അച്ഛൻ കൊടുത്തിരുന്ന അതേ ഒരു ലൈഫ് എൻ്റെ ഫാമിലിക്ക് കൊടുക്കാൻ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ് കേട്ടോ. അതുകൊണ്ടാണ് അവൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ മൂജിൻ പറയാണ്, ഡോണ്ട് വറി, നീ ഒരിക്കലും എന്നെപ്പോലെ അല്ല എന്ന് ഭയങ്കര സങ്കടത്തോടെയാണ് പറയുന്നത് കേട്ടോ. ഇതും പറഞ്ഞുകൊണ്ട് മൂജിൻ അവളുടെ അടുത്ത് നിന്ന് പോവുകയാണ് കേട്ടോ. മിറയ്ക്കും നല്ല വിഷമമായിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ. അങ്ങനെ ദേ നമ്മുടെ അമ്മ വീട്ടിൽ വന്ന് കയറിയപ്പോഴാണ് മിറ വാങ്ങിയിട്ടുള്ള ഫ്രിഡ്ജും അതുപോലെ തന്നെ അവളുടെ എക്സ് ഹസ്ബൻഡ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ബാഗിൻ്റെ കവറൊക്കെ അവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹ്യുങ്ജെ പറയുന്നുണ്ട്, ഒന്ന് മിറ വാങ്ങിയതും ആ ബാഗ് അച്ഛൻ വാങ്ങിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് എയോങ് അവളുടെ മകളെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ കോളൊന്നും പോകുന്നില്ല, അൺഅവൈലബിൾ ആണ് എന്നാണ് കേട്ടോ കാണിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ സൈഡിലേക്ക് നോക്കുമ്പോൾ അവളുടെ ഹസ്ബൻഡ് കൊണ്ടുവന്ന ആ ഒരു ബൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, മകൾ കൊണ്ടുവന്ന ആ ഒരു ബൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അമ്മ അതിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ്, ഇത് ഇങ്ങനെ പോയാൽ ഒരിക്കലും ശരിയാവില്ല എന്നിങ്ങനെ അമ്മ എന്തോ ആലോചിച്ച് ഇങ്ങനെ തീരുമാനിക്കുകയാണ് കേട്ടോ ആ ഒരു മൊമെൻറ്റിൽ.
നെക്സ്റ്റ് സീനിൽ നമ്മുടെ മിറ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്ന് നടന്ന് ലാസ്റ്റ് അവൾ ഒരുപാട് കരയുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഒരു സൈഡിൽ അവൾ അവിടെ നിലത്ത് ഇരിക്കുകയാണ്. എന്നിട്ട് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളും മുൻപ് അച്ഛനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഇതുവരെ ഉണ്ടായിട്ടുള്ള അവളുടെ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ട് നമ്മുടെ സെക്യൂരിറ്റി എത്തുന്നത് കേട്ടോ. അപ്പോൾ അവനോട് ജസ്റ്റ് ഗോ എന്ന് പറയുകയാണ് അവൾ. ഇവിടെ നിൽക്കണ്ട, പോകാൻ പറയുകയാണ് കേട്ടോ. തൊട്ട് പുറകെ നല്ല അടിപൊളിയായിട്ട് നല്ല സ്ട്രോങ് മഴ പെയ്യുകയാണ് അവിടെ. അവൾ മഴ പെയ്തപ്പോൾ എഴുന്നേറ്റ് പോകുന്നൊന്നുമില്ല. ആ മഴയത്ത് അവിടെ ഇരുന്ന് കരയുകയാണ് കേട്ടോ. അപ്പോഴാണ് ഒരു കുട അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാനെന്ന രീതിയിൽ വരുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ ടേപ്യോങ് തന്നെയാണ് കേട്ടോ കുടയായിട്ട് വന്നിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഗ്രാൻഡ്മയും ജാങ്ങും അതിലൂടെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഈ 2 കുട മാത്രമേ അവർ കാണുന്നുള്ളൂ. അതിനുള്ളിലുള്ള ആൾക്കാരെ ഇവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഗ്രാൻഡ്മ ഇങ്ങനെ പറയുന്നുണ്ട് ഈ പിള്ളേരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് പോവുകയാണ് ഗ്രാൻഡ്മ. അപ്പോൾ നമ്മുടെ ടേപ്യോങ് പറയുകയാണ് നമ്മുടെ നായികേനോട്, ഞാനിവിടെ നിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നതല്ലേ നിൻ്റെ നൈബേഴ്സ് നിന്നെക്കുറിച്ച് ഓരോ റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ എന്ന് പറയുകയാണ് കേട്ടോ. ഒന്നാലോചിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് നമ്മുടെ മിറയെ കരയുന്ന കണ്ടു എന്നുള്ള റൂമറിനേക്കാളും ബെറ്ററാണ് ഇപ്പോഴത്തെ സീൻ. അതേസമയം നമ്മുടെ ജിയാങ്ങിനാണെങ്കിൽ അവളുടെ വീട്ടിലിരുന്ന് ഡ്രിങ്ക്സ് ഒക്കെ ഇങ്ങനെ കുടിക്കുകയാണ് കേട്ടോ. അപ്പം മുൻപത്തെ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ കൂടെ നിൽക്കുന്നത് നമ്മുടെ മൂജിൻ തന്നെയാണ് കേട്ടോ. അപ്പം മൂജിൻ അന്ന് അവളോട് നീ എന്തൊക്കെ എന്താ ഭ്രാന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ജിയാങ്ങിൻ മൂജിനോട് അന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ ഇരിക്കും നീ തെറ്റായ ആൾക്കാരും ഒക്കെ ആയിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാന്ന് പറയാണ്. നമ്മുടെ പണ്ടത്തെ മൂജിനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സീൻ, ഈ ഒരു എപ്പിസോഡ് എൻ്റെ ആവുന്നത്.